ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 21 അധ്യായത്തിൻ്റെ 15 വാക്യം മുതൽ വായിക്കുമ്പോഴാണ് കാണുന്നത്, അവർ പ്രാതൽ കഴിച്ച ശേഷം യേശു ശിമോൻ പത്രോസിനോട്, യോഹന്നാനവനായ ശിമോനെ, നീ ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. അതിന് അവൻ, കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക എന്ന് അവനോട് പറഞ്ഞു. സ്തോത്രം. തള്ളിപ്പറഞ്ഞവനെ വേല ഫലമേൽപ്പിക്കുന്ന സ്വർഗീയ സ്നേഹം, തള്ളിപ്പറഞ്ഞവൻ്റെ കയ്യിലേക്ക് കുഞ്ഞാടുകളെ ഏൽപ്പിച്ചു കൊടുക്കുന്ന ദൈവസ്നേഹം. സ്തോത്രം. കള്ളനും കവർച്ചക്കാരനും എന്ന് പറയാവുന്നവൻ്റെ അരികിലേക്ക് കുഞ്ഞാടുകളെ പിടിച്ചു കൊടുക്കുന്ന സ്നേഹം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കറിയാമോ, നിങ്ങളുടെ കയ്യിലേക്ക് ഇന്ന് ചില ദേശങ്ങളിലെ കുഞ്ഞാടുകളെ ഏൽപ്പിച്ച് തരികയാണ്. ചില കുഞ്ഞാടുകൾ, തെറ്റിപ്പിരിഞ്ഞു പോയ ചില കുഞ്ഞാടുകൾ, ഉടമസ്ഥൻ്റെ ആലയിൽ നിന്ന്, തൊഴുത്തിൽ നിന്ന് മാറിപ്പോയ ചില കുഞ്ഞാടുകൾ. സ്തോത്രം. ഉടമസ്ഥൻ്റെ ആലയിലെ സുഖഭോജനം ഉണ്ടായിരുന്ന കുഞ്ഞാടുകളാണ്. പക്ഷേ ഇന്ന് മദ്യവും കഞ്ചാവും മയക്കുമരുന്നും കൊള്ളരുതാത്ത ജീവിതവും അശുദ്ധ ജീവിതവുമായി വലയുന്ന ചില കുഞ്ഞാടുകൾ. നല്ല ഭക്ഷണം കിട്ടാതെ ഇന്ന് വെറുതിയിലെ പൊരിഞ്ഞ് കഴിയുന്ന ചില കുഞ്ഞാടുകൾ. ഇന്ന് നല്ല ഭക്ഷണം എന്ന് പറഞ്ഞ് വിളമ്പുന്ന ചില ഭക്ഷണം വിഷഭക്ഷണമാണ് എന്നറിയാതെ കഴിച്ച് ഇന്ന് ബോധം കെട്ടി കിടക്കുന്ന ചില കുഞ്ഞാടുകൾ. സ്തോത്രം. കുഞ്ഞാടുകൾ, എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക. നിനക്ക് എന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ നീ അതാണ് ചെയ്യേണ്ടത്. എന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ നീ എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക. പാവപ്പെട്ട കുഞ്ഞാടുകൾ, അവർക്ക് മേച്ച സ്ഥലം കാര്യമായിട്ടില്ല. പാവങ്ങൾ, അവർക്ക് സേവിപ്പാൻ ഒരു യജമാനില്ല. പാവങ്ങൾ ഇല്ലാത്തതല്ല, അവർ യജമാനോട്ട് ഓടിയവരാണ്. അവർക്ക് മേച്ച സ്ഥലമില്ല, അവർക്ക് പ്രവർത്തന മേഖലയില്ല. അവർ ഇന്ന് യാതൊരു ചിന്തയില്ലാത്തവരായിരിക്കുകയാണ്. സ്തോത്രം. ആ കുഞ്ഞാടുകൾ നീ മേയ്ക്ക്, അവർക്ക് നീ ഭക്ഷണം കൊടുക്ക്. ഫീഡ് ദ ലാംബ്. ഈ കുഞ്ഞാടുകളെ നീ ഫീഡ് ചെയ്യൂ, ആഹാരം കൊടുക്കൂ. കുഞ്ഞാടുകൾ ഏറെ. സ്തോത്രം. എൻ്റെ സഹോദരങ്ങളെ, ഈ കൂട്ടായ്മ നടത്തുന്നത് മാത്രമാണ് കുഞ്ഞാടുകൾക്ക് ആഹാരം കൊടുക്കുന്നു. സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ കുഞ്ഞാടുകൾക്ക് ആഹാരം കൊടുക്കുന്നു. ആഹാരം, ദൈവത്തിന് സ്തോത്രം. ഇന്നലെ രാത്രി ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ, നിൻ്റെ പാവപ്പെട്ട ജനത്തിന്, നീ വിളിച്ചു കൂട്ടി ജനത്തിന് കൊടുക്കാൻ നീ എൻ്റെ കയ്യിലേക്ക് സ്വർഗത്തിൽ നിന്ന് അപ്പം അയച്ചു തന്നു. തീർന്നല്ലോ കർത്താവേ, കയ്യിലൊന്നുമില്ലല്ലോ, നീ കൊടുക്കാൻ എൻ്റെ കയ്യിലൊന്നുമില്ലല്ലോ. അതാ എൻ്റെ കൈകൾ നിൻ്റെ അപ്പം കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. എൻ്റെ വായ നിൻ്റെ സ്വർഗീയ ഭോജനം കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. എൻ്റെ നാവിന്മേൽ സ്വർഗീയ വചനം വരച്ചു തരണമേ എന്ന് പ്രാർത്ഥിച്ചു. എൻ്റെ ചുണ്ടിന്മേൽ കർത്താവേ നിൻ്റെ സ്വർഗീയ തീക്കനൽ തൊടുവിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ പുറപ്പെടുകയും പ്രിയപ്പെട്ടവരെ, ഈ തീക്കനൽ വഹിച്ചുകൊണ്ട് നിങ്ങൾ പോകുകയും ഈ സ്വർഗീയമായ നിയോഗം ഏറ്റെടുത്തുകൊണ്ട് നിങ്ങൾ പോകുകയും നിങ്ങളുടെ ജീവിതം കണ്ട് നിങ്ങളുടെ പ്രിയപ്പെട്ടവർ മാറട്ടെ. മോനെ, നിൻ്റെ ജീവിതം കണ്ട്, നിൻ്റെ ജീവിതത്തിലെ മാറ്റം കണ്ട് നിൻ്റെ ഭാര്യ മാനസാന്തരപ്പെടട്ടെ. യൗവനക്കാരാ, നിൻ്റെ ജീവിതത്തിലെ മാറ്റം കണ്ട് നിൻ്റെ അപ്പനും അമ്മയും മാനസാന്തരപ്പെടട്ടെ. പ്രിയപ്പെട്ടവനെ, നിൻ്റെ ജീവിതത്തിലെ നിഷ്ഠയും കൃത്യനിഷ്ഠയും സമയനിഷ്ഠയും എല്ലാം കണ്ട് നിങ്ങളുടെ അധ്യാപകർ ഒന്ന് മനം തിരിയട്ടെ. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. സാധിക്കുമോ നിങ്ങൾക്ക്? പറ്റുമോ നിങ്ങൾക്ക്? ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ ജീവിതം കണ്ട് അനേകർ മനം തിരിഞ്ഞു വരട്ടെ. കുഞ്ഞാടുകൾ ഇന്ന് ഇടയില്ലാത്ത ആടുകളെപ്പോലെ ചിന്നിച്ചേറിപ്പോകുന്നു. ഈ കുഞ്ഞാടുകൾ നോക്കാത്ത ഇടയനെക്കുറിച്ച് വേദവസം പറയുന്നത് തുമ്പുകെട്ട ഇടയൻ. നിങ്ങളാരും തുമ്പുകെട്ട ഇടയന്മാരായി പോകരുത്. ഏൽപ്പിച്ച് കിട്ടിയ ജോലി അല്ലെങ്കിൽ ഉദ്യോഗം, കുഞ്ഞാടുകളെ മേയ്ക്കുക എന്നുള്ള ഉദ്യോഗം ശ്രദ്ധിച്ച് നോക്കാതെ കുഞ്ഞാടുകളെ കറന്ന് പാലെടുത്ത് കുടിക്കും, കുഞ്ഞാടുകളെ കൊന്ന് ഇറച്ചി തിന്നും. കുഞ്ഞാടുകളെ കൊല്ലുന്ന ഇടയന്മാർ ധാരാളമുണ്ട്. എത്രയോ ഇടയന്മാർ കുഞ്ഞാടുകളെ കൊന്നുകൊണ്ടിരിക്കുന്നു. എൻ്റെ സഹോദരങ്ങളെ, നിങ്ങൾക്കൊല്ലതൊക്കെ മനസ്സിലാകുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ? നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ എവിടെയാണെന്ന് നിൽക്കുന്നത്? അനേകം വഴിതിരിച്ച് പോകുന്ന കുഞ്ഞാടുകൾ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നു. ചെന്നായി വന്ന് വെടികൂടുന്നതിന് മുമ്പ് നിങ്ങൾ വേഗം എടുത്തു കൊണ്ടുവന്ന് കുഞ്ഞാടിനെ തോളിലേറ്റി കൊണ്ടുവന്ന് നിങ്ങൾ ഇടയൻ്റെ ആലയിൽ കൊണ്ടുവന്ന് ചേർക്കുക. അതിവേഗം ഒട്ടും താമസിക്കരുത്. ഇടയൻ്റെ തൊഴുത്തിൽ നിറയെ ആടുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ആടുകളെല്ലാം ചിതറിപ്പോയിരിക്കുന്നു. ഈ ചിതറിപ്പോയ ആടുകളെയെല്ലാം, മരുഭൂമിയിൽ കൂടി അലഞ്ഞു നടക്കുന്ന ആടുകളെയെല്ലാം, കാനനത്തിൽ കൂടി അലഞ്ഞു നടക്കുന്ന ആടുകളെയെല്ലാം എല്ലാം പിടിച്ചുകൊണ്ട് വന്ന് നിങ്ങൾ ഈ ഉടമസ്ഥൻ്റെ ആലയിൽ കൊണ്ടുവന്നാക്കുകയും ഇടയൻ്റെ ആലയിൽ കുഞ്ഞാളെ കൊണ്ടുവരികയും. ദൈവത്തിന് സ്തോത്രം. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്നെ ജീവനെ കൊടുക്കുന്നു. ഇടയനും ഉടമസ്ഥനല്ലാത്ത കൂലിക്കാരൻ, അവൻ ശ്രദ്ധയില്ലാത്തവനാണ്. ആടുകളെ
പുള്ളിപ്പുലിയോ ചെന്നായോ പിടിച്ചുകൊണ്ട് പോകുന്നതിന് അവന് വിഷമവുമില്ല. കൊണ്ടുവന്ന് പോകട്ടെ, എത്രയേ ഉള്ളൂ. ആത്മാക്കൾ നശിക്കുന്നതിനെക്കുറിച്ച് ആർക്കും ഒരു വേദനയില്ല. യൗവനക്കാർ നശിക്കുന്നതിനെക്കുറിച്ച് ആർക്കും ഒരു വേദനയില്ല. വേദനയുണ്ട്. എന്താണ്? നിങ്ങൾ കൊണ്ടുപോവുക ഒരു രൂപ കൊണ്ടുപോവുക, അത്യാവശ്യം കൊണ്ടുപോവുക, വേഗം കൊണ്ടുപോവുക. ഇല്ലെങ്കിൽ നിങ്ങൾ രൂപ കൊണ്ടുവന്നില്ലെങ്കിൽ സാഹചര്യമില്ല, നിങ്ങൾ ആഭരണം തന്നാൽ മതി, നിങ്ങളുടെ ആഭരണം പണയം വയ്ക്കാൻ തന്നാൽ മതി. നിങ്ങൾ ചിന്തിക്കുക പ്രിയപ്പെട്ടവരെ, ഈ പാവപ്പെട്ട ആടിനൊന്നും കൊടുക്കുന്നില്ല, ആടിൽ നിന്ന് പാലും ഇറച്ചിയും കവർന്നെടുക്കുന്നു എല്ലാം. ദൈവത്തിന് സ്തോത്രം. ആടിന് തീറ്റ കൊടുക്കുന്നില്ല. കർത്താവിന് സങ്കടം. ഈ ആടുകൾക്ക് തീറ്റ കൊടുക്കണമല്ലോ, ഈ ആടുകളെ മേയ്ക്കണമല്ലോ. പത്രോസ് പറഞ്ഞു, യോഹന്നാൻ മോനെ, നീ ഇവരിലധികം എന്നെ സ്നേഹിക്കുന്നുവോ? എന്നെ നീ സ്നേഹിക്കുന്നില്ലെങ്കിൽ എൻ്റെ ആടുകളെ മേയ്ക്കാൻ സാധിക്കുകയില്ല. ജോലി കിട്ടിയെന്ന് പറഞ്ഞ് ആടുകളുടെ പറയുവാൻ പോയിട്ട് കാര്യമില്ല. നീ എന്നെ സ്നേഹിക്കണം, അതാണ് എൻ്റെ ഒന്നാമത്തെ യോഗ്യത. എന്നെ നീ ഇവരിലെല്ലാം അധികമായി എന്നെ സ്നേഹിക്കുന്നെങ്കിൽ നീ എൻ്റെ ആടുകളെ മേയ്ക്കണം. എല്ലാറ്റിലും അധികമായി നീ എന്നെ സ്നേഹിക്കണം, എല്ലാവരേക്കാൾ അധികമായി നീ എന്നെ സ്നേഹിക്കണം, ഏതിനേക്കാൾ ഉപരിയായി നീ എന്നെ സ്നേഹിക്കണം. എന്നാൽ നിനക്ക് എൻ്റെ ആടുകളെ മേയ്ക്കാം. സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. തന്നെ സ്നേഹിച്ചുകൊണ്ട് ആടുകളെ മേയ്ക്കുന്ന ഇടയന്മാരുണ്ട്. തന്നെ പുഷ്ടിപ്പെടുത്തിക്കൊണ്ട് ആടുകളെ നോക്കുന്ന ഇടയന്മാരുണ്ട്. തൻ്റെ സ്വന്തം പേരും പ്രശസ്തിയും ഉയർത്താൻ വേണ്ടി ചെയ്യുന്ന വേലകളുണ്ട്, സുവിശേഷ വേലകൾ. ദൈവത്തിന് സ്തോത്രം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കും തീരുമാനിക്കാമോ? വേണ്ട കർത്താവേ, വേറെ ഒന്നും വേണ്ട, ഒരു പ്രതിഫലവും വേണ്ട, എനിക്കിതിൻ്റെ സ്നേഹം മാത്രം മതി, എനിക്കിതിൻ്റെ കൃപ മാത്രം മതി, ഒരു വിശുദ്ധനായി ജീവിച്ച ജീവിതം അവസാനിപ്പിക്കാനുള്ള ഒരു ഭാഗ്യം തന്നാൽ മാത്രം മതി. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. പറയാമോ നിങ്ങൾക്ക്, കർത്താവേ, ഒരു പൂർണ്ണ വിശുദ്ധനായി ഈ ഭൂമിയിൽ ജീവിച്ച് നിൻ്റെ വേല തികച്ച് നിൻ്റെ സന്നിധിയിലേക്ക് പറന്നു വരാൻ എന്നെ നീ ഒരുക്കിയാൽ മാത്രം മതി. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. പറയും, വാക്കുകൾ നിങ്ങൾ പറയും, പക്ഷേ കാര്യത്തോട് വരുമ്പോൾ തനിനിറം പുറത്തു വരും. ഒരു പരീക്ഷണ ഘട്ടം വരുമ്പോൾ തനിനിറം പുറത്തു വരും. ദൈവത്തിന് സ്തോത്രം. എൻ്റെ ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം. ഓരോ ദിവസം ചെല്ലുന്തോറും ഈ സമർപ്പണം നിങ്ങൾ പുതുക്കിക്കൊണ്ടിരിക്കണം. പിന്നെയും ആഴത്തിൽ തീരുമാനം എടുത്തുകൊണ്ടിരിക്കണം. ഓരോ ദിവസവും രക്ഷിക്കപ്പെടുക എന്നുള്ളത് ഒരിക്കലും നടക്കുന്നൊരു കാര്യമാണ്. പക്ഷേ ഈ വിശുദ്ധനായി തീരുക എന്ന് പറയുന്നത് അത് ഒരു വളരെ സുദീർഘമായൊരു പ്രക്രിയയാണ്. ഇറ്റ്സ് എ ലോങ് പ്രോസസ്സ്, ഒരു സുദീർഘമായ പ്രക്രിയയാണ്. എൻ്റെ കർത്താവിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. പ്രിയപ്പെട്ടവരെ, നാം ദൈവത്തിലേക്ക് തിരിഞ്ഞാൽ നമ്മളെ എങ്ങനെയെങ്കിലും തകർക്കാൻ പിശാച് കാത്തു നിൽക്കുകയാണ്. നമ്മുടെ ഏതെങ്കിലും ഒരു വീക്ക് പോയിൻ്റ്, ഒരു ബലഹീനവശം അവൻ എടുത്തു പിടിച്ചുകൊണ്ട് നമ്മെ തകർക്കാൻ നോക്കുകയാണ്, നമ്മെ നശിപ്പിക്കാൻ നോക്കുകയാണ്. നശിപ്പിക്കും. ഈ രംഗത്ത് നമ്മൾ മാറ്റിക്കളയും. കൂട്ടായ്മയിൽ സ്ഥിരം വന്നുകൊണ്ടിരിക്കുന്ന ഒരു ദൈവവേദലിന് കൂട്ടായ്മയിൽ പോകാൻ താല്പര്യം കുറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പിശാച് പിടികൂടി എന്നാണ്. ന്യായങ്ങളൊക്കെ പറയാൻ കാണും, ന്യായങ്ങൾ ധാരാളം പറയാൻ കാണും. പക്ഷേ സ്ഥിരമായി വരുന്ന കൂട്ടായ്മയിൽ വരുന്ന ദൈവവേദലിന് എന്തെല്ലാം ന്യായം ഉണ്ടെങ്കിലും കൂട്ടായ്മയിൽ വരാതെ ഒഴിഞ്ഞ് വീട്ടിലിരിക്കാൻ തോന്നിപ്പോയാൽ, അല്ലെങ്കിൽ ജോലിക്ക് പോകാൻ തോന്നിപ്പോയാൽ തീർച്ചയായിട്ടും പിശാച് അവനെ പിടികൂടും, സംശയിക്കേണ്ട. നീ രക്തവലയത്തിനകത്ത് ഇരുന്നാൽ നിനക്ക് രക്ഷയുണ്ട്. ഈ രക്തക്കോട്ടയ്ക്കുള്ളിൽ ഇരുന്നാൽ നിനക്ക് രക്ഷയുണ്ട്. ഈ സ്വർഗീയ വേലിക്കെട്ടിനകത്തിരുന്നാൽ നിനക്ക് രക്ഷയുണ്ട്. ആരും എടുക്കുകയില്ല, ആരും എടുക്കുകയില്ല. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ സ്കൂളിലേക്ക് വിടുമ്പോൾ കർത്താവേ, തിരുരക്തത്താൽ അവർ വലയം ചെയ്തു കൊള്ളണമേ പറയണം. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ കർത്താവേ, നിൻ്റെ തങ്കച്ചോരയാൽ എൻ്റെ കുഞ്ഞിനെ നീ വലയം ചെയ്തു കൊള്ളണമേ, ദുഷ്ടൻ തൊടാതെ കാത്തുകൊള്ളണമേ, ഒരു കേടും വരാതെ കാത്തുകൊള്ളണമേ, പ്രാർത്ഥിക്കണം. നിങ്ങൾ യാത്ര പോകുമ്പോൾ കർത്താവേ, യാത്രയിൽ ഒരു ആപത്തോ അനർത്ഥം വരാതെ നിൻ്റെ തിരുരക്തത്താൽ എന്നെ വലയം ചെയ്തു കൊള്ളണമേ, പ്രാർത്ഥിക്കണം. പരീക്ഷ എഴുതുമ്പോൾ മാത്രമല്ല, പഠിക്കാൻ ക്ലാസ്സിൽ പോയിരിക്കുമ്പോൾ മാത്രമല്ല, എപ്പോഴും കർത്താവേ, നിൻ്റെ തിരുരക്തത്താൽ ഒരു കോട്ടയ്ക്കുള്ളിൽ നിർത്തിക്കൊള്ളണമേ. ദൈവത്തിന് സ്തോത്രം. എപ്പോഴും ഈ ഒരു ആശ്രയം വേണം, ദൈവത്തിലൊരു ആശ്രയം വേണം. എത്ര സൂക്ഷിച്ചാലും നമ്മെ തകർക്കാൻ പിശാച് പിന്നാലെ ഉണ്ട്, മറക്കരുത്. എത്ര ശ്രദ്ധിച്ചാലും നമ്മെ തകർത്തിളയും പിശാച് പിന്നാലെ നിൽക്കുന്നുണ്ട്, നോക്കി നിൽക്കുന്നുണ്ട്. തക്ക തരം കിട്ടാൻ നോക്കി നിൽക്കുകയാണ്, ഒരു പഴുത് കിട്ടാൻ നോക്കി നിൽക്കുകയാണ്. ചാടി വീഴും, അവൻ നമ്മെ വധിച്ചു കളയും, കൊന്നുകളയും, ഹിംസിച്ചു കളയും. യോഹന്നാൻ ശിമോനെ, നീ ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നു. പത്രോസ് പറഞ്ഞു, കർത്താവേ, വിതുമ്പിക്കൊണ്ട് പറഞ്ഞത്, കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ടെന്ന് നീ അറിയുന്നുവല്ലോ. അത് സ്നേഹമെന്ന് പറയാൻ അത്രയ്ക്ക് എനിക്കില്ല. കാരണം നീ സ്നേഹത്തെക്കുറിച്ചൊക്കെ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കുമെന്ന് നീ പറഞ്ഞു, എൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുന്നവൻ എന്നെ സ്നേഹിക്കുമെന്ന് പറഞ്ഞു. വാസ്തവം പറഞ്ഞാൽ ഞാൻ അതൊന്നും അനുസരിച്ചിട്ടില്ലല്ലോ. യോഹന്നാൻ സുവിശേഷം 14 അധ്യായത്തിൽ ദൈവത്തിന് സ്തോത്രം, അവിടെ നാം കാണുന്നുണ്ട്. 21 വാക്യം വായിക്കാം. എൻ്റെ കൽപ്പനകൾ ലഭിച്ച് പ്രമാണിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നവനാകുന്നു. എൻ്റെ കൽപ്പനകൾ ലഭിച്ച് പ്രമാണിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നവനാകുന്നു. ഞാൻ യേശുവിനെ സ്നേഹിക്കുന്നു പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം യേശുവിൻ്റെ കൽപ്പനകൾ ഞാൻ ലഭിക്കുന്നു, എനിക്ക് കിട്ടുന്നു, അത് ഞാൻ പ്രമാണിക്കുന്നു. അല്ലാതെ ഞാൻ യേശുവിനെ സ്നേഹിക്കുന്നു പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എൻ്റെ കൽപ്പനകൾ ലഭിച്ച്
പ്രമാണിക്കുന്നവൻ എല്ലാം എൻ്റെ കൽപ്പനകൾ ലഭിച്ച് പ്രമാണിക്കുന്നവനെല്ലാം എന്നെ സ്നേഹിക്കുന്നവനാകുന്നു. സ്തോത്രം. വീണ്ടും 23 വാക്യം. യേശു അവനോട്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും, എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും. പിതാവ് അവനെ സ്നേഹിക്കും. ദൈവത്തിന് സ്തോത്രം. 24 വാക്യം. എന്നെ സ്നേഹിക്കാത്തവൻ എൻ്റെ വചനം പ്രമാണിക്കുന്നില്ല. നിങ്ങൾ കേൾക്കുന്ന വചനം എൻ്റേതല്ല, എന്നെ അയച്ച പിതാവിൻ്റേതത്രേ എന്ന് ഉത്തരം പറഞ്ഞു. ഈ വചനം ഞാൻ എൻ്റെ സ്വന്തമായിട്ട് പറയുന്ന വചനമല്ല, എന്നെ അയച്ച പിതാവിൻ്റേതാണ് ഈ വചനമെല്ലാം. എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനങ്ങളെ പ്രമാണിക്കും, എൻ്റെ കൽപ്പനകൾ ലഭിച്ച് പ്രമാണിക്കുന്നവനെല്ലാം എന്നെ സ്നേഹിക്കും. ദൈവത്തെ നാം സ്നേഹിക്കുന്നോ എന്നെങ്ങനെ അറിയാം? ദൈവത്തിൻ്റെ കൽപ്പനകൾ നാം പാലിക്കുന്നുണ്ടോ? തിരുവചനത്തിൽ നമുക്ക് ദൈവത്തിൻ്റെ കൽപ്പനകൾ കിട്ടിയിട്ടുണ്ട്. സ്തോത്രം. ഈ ദൈവത്തിൻ്റെ കൽപ്പനകൾ തിരുവചനത്തിൽ കിട്ടിയിട്ടുണ്ട്. ഈ കൽപ്പനകൾ നാം പാലിക്കുന്നുണ്ടോ? ആരെയും വിധിക്കരുത് എന്ന് ഈ തിരുവചനത്തിൽ കൽപ്പനയുണ്ട്. ഞാൻ ആരെയെങ്കിലും വിധിക്കാറുണ്ടോ? പുറമെ മിണ്ടില്ല, പക്ഷേ അകത്തൊരു വിധിയുണ്ടോ? ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ഹൃദയത്തിൽ ഏതെങ്കിലും നീരസ ചിന്തകളുണ്ടോ? ആരോടെങ്കിലും ഒരു വിരുദ്ധ മനോഭാവമുണ്ടോ? ഇഷ്ടക്കുറവുണ്ടോ? മുഷിച്ചിലുണ്ടോ? ദൈവത്തിന് സ്തോത്രം. പ്രായമായ ഒരാളോട് ഞാൻ സംസാരിച്ചു. എന്തെങ്കിലും പാവങ്ങൾ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇല്ല, ഒന്നും പ്രത്യേകിച്ചൊന്നുമില്ല. ആരോടെങ്കിലും എന്തെങ്കിലും ഇഷ്ടക്കുറവോ മറ്റോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. പെണ്ണ് ചോദിച്ചെങ്ങനെയാണ്? അവളിപ്പോൾ കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയാൻ പാടില്ല. ചോദിച്ചു, വീട്ടിൽ എങ്ങനെയാണ് മോൻ്റെ ഭാര്യയോടൊക്കെ എങ്ങനെയാണ്? അതൊക്കെ ഇഷ്ടക്കുറവൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ അതൊന്നുമില്ല. എങ്ങനെയാണ് പോയേ? അല്ല, ഇപ്പോൾ അങ്ങനെ ഒന്നും തോന്നുന്നില്ല. പിന്നെ ഞാൻ അതൊക്കെ അടക്കും, മനസ്സിലങ്ങ് അടക്കും. അനേകരും ഇങ്ങനെയാണ്. പാവം എന്ന് പറയുന്നത് ഉണ്ടെന്ന് അറിയുന്നില്ല. എന്നിൽ പാവമുണ്ട്, എന്നിൽ നീരസമുണ്ട്, എനിക്ക് കയ്പുണ്ട് എന്നുള്ളത് ആരും അറിയുന്നില്ല. എൻ്റെ ഹൃദയത്തിൽ ചില വാശിയോ പിണക്കമോ ഉണ്ടെന്ന് ചിലർ അറിയുന്നില്ല. എൻ്റെ ഹൃദയത്തിൽ ചില വ്യഗ്രതയോ ചില ധിക്കാര മനോഭാവമോ അഹങ്കാര പ്രകൃതിയോ ഉണ്ട് എന്ന് ആരും അറിയുന്നില്ല. ദൈവത്തിന് സ്തോത്രം. തങ്ങളെ തന്നെ കാണുന്നില്ല. എൻ്റെ സഹോദരങ്ങളെ, നിങ്ങൾ പ്രാർത്ഥിക്കണം, കർത്താവേ, നീ ഇപ്പോൾ എന്നെ കാണുന്നത് പോലെ തന്നെ എനിക്ക് എന്നെ കാണാൻ കൃപ തരണമേ. നീ എന്നെ കാണുന്നത് പോലെ എനിക്ക് എന്നെ തന്നെ കാണാൻ ഒരു കൃപ തരണമേ. പ്രാർത്ഥിക്കണം. ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. കർത്താവേ, നീ ഇപ്പോൾ എന്നെ എങ്ങനെ കാണുന്നുവോ അതുപോലെ തന്നെ ഒരു മാറ്റവുമില്ലാതെ എനിക്ക് എന്നെ തന്നെ കാണാൻ കൃപ തരണമേ. അപ്പോഴാണ് മുഖം താണു പോകുന്നത്, ലജ്ജയാകുന്നത്. കർത്താവേ, ഞാൻ ഭക്തനാണെന്നൊക്കെ ഭാവിച്ചു, ഞാൻ വചനം പറയുന്നതിനാണെന്നൊക്കെ എനിക്ക് തോന്നി. പക്ഷേ നീ കാണുന്നത് പോലെ എന്നെ കാണുമ്പോൾ ഞാൻ ലജ്ജിച്ചു പോകുന്നു കർത്താവേ. നീ കാണുന്നത് പോലെ ഞാൻ എന്നെ തന്നെ കാണുമ്പോൾ ഞാൻ തല താണു പോകുന്നു കർത്താവേ. അതാ നിൻ്റെ മുമ്പാകെ വന്ന് നിൽപ്പാൻ പോലും എനിക്ക് അർഹതയില്ല. ഞാൻ ഒരിക്കൽ പറഞ്ഞു, കർത്താവേ, യേശു എന്ന നാം ഉച്ചരിപ്പാൻ എനിക്ക് യോഗ്യതയില്ല. നിത്യപരിശുദ്ധനായ യേശുവിൻ്റെ തിരുനാമം ഉച്ചരിപ്പാൻ എനിക്ക് യോഗ്യതയില്ല. ഞാൻ പറഞ്ഞു. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഞാൻ നിസ്സാര മനുഷ്യനല്ലോ കർത്താവേ, ഞാൻ പാപിയായ മനുഷ്യനല്ലോ. പ്രിയപ്പെട്ടവരെ, ആ എളിമയോടുകൂടി നിങ്ങൾ ദൈവസന്നിധിയിലേക്ക് ചെല്ലുക. നിങ്ങളെ തന്നെ നിങ്ങൾ കാണുക. നിങ്ങളെ തന്നെ കണ്ട് നിങ്ങൾ ഏങ്ങലടിക്കുക. നിങ്ങളുടെ പാപപ്രവണതകൾ കണ്ട് നിങ്ങൾ ദൈവസന്നിധിയിൽ നിന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുക, അനുദപിക്കുക. സ്തോത്രം. എന്നെ സ്നേഹിക്കുന്നതിൻ്റെ കൽപ്പനകളെ ലഭിച്ച് പ്രമാണിക്കും. കൽപ്പനകൾ ലഭിക്കുക, കൽപ്പനകൾ പ്രമാണിക്കുക, രണ്ട് കാര്യമാണ്. കൽപ്പനകൾ ലഭിക്കുന്നു, ആ കൽപ്പനകൾ പ്രമാണിക്കുന്നു. സ്തോത്രം. നമ്മിൽ പലരും കൽപ്പനകൾ ലഭിക്കുന്നുണ്ടെങ്കിലും പ്രമാണിക്കുന്നില്ല. കൽപ്പനകൾ ലഭിക്കുന്നുണ്ട്. കർത്താവിൻ്റെ കൽപ്പന നമുക്ക് അറിയാം. വചനം കേൾക്കുന്നുണ്ടല്ലോ, അറിയാം. ഒരുപക്ഷേ നിങ്ങൾ ഈ കൂട്ടായ്മയിലിരുന്ന് അനേകം പേര് വാസ്തവത്തിൽ നല്ല വേദസ്യമുള്ളവരാണ്. ഒരാളെ ആത്മീയം പഠിപ്പിക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട്, അതിനുള്ള വിജ്ഞാനം നിങ്ങൾക്കുണ്ട്. നാളുകളായി കേട്ടുകൊണ്ടിരിക്കുകയല്ലേ. പക്ഷേ നിങ്ങൾ തന്നെ ജീവിക്കുന്നില്ല, അതാണ് കുഴപ്പം. നിങ്ങൾ വചനം ലഭിക്കുന്നുണ്ട്, പക്ഷേ വചനം പ്രമാണിക്കുന്നില്ല. വചനം പ്രമാണിക്കണം. ഏതെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ തിരുവചന സത്യത്തിൽ ചേർന്നതാണോ നോക്കണം. ഏതെങ്കിലും ഒരു കാര്യം, ഇപ്പോൾ നിങ്ങൾ ആർക്കെങ്കിലും ഒരാൾക്ക് ഒരു ദർശനം വരെ കിട്ടിയെന്നിരിക്കട്ടെ, ദർശനം. ആ ദർശനം കിട്ടുമ്പോഴും നിങ്ങൾ ശോധന ചെയ്യണം, ഇത് എൻ്റെ കർത്താവിൻ്റെ വചനത്തിന് ചേർന്ന് പോകുന്നതാണോ, ഈ വചനത്തോടൊത്ത് പോകുന്നതാണോ. വചനത്തോടൊത്ത് പോകുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വീകരിക്കരുത്. ദർശനം ലഭിക്കുന്നു, ആത്മീയ ദർശനമാണെന്ന ധാരണ. പിശാചൊക്കെ വലിയ സൂത്രശാലിയല്ലേ. ആത്മീയ ദർശനങ്ങൾ കിട്ടുന്നതിൻ്റെ കൂടെ ഈ പിശാചിൻ്റെ ദർശനങ്ങളൊക്കെ തരും. അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം. ഇത് എൻ്റെ കർത്താവിൻ്റെ വചനത്തോടൊത്ത് വരുന്നു എന്ന് ചിന്തിക്കണം. എൻ്റെ കർത്താവിൻ്റെ വചനത്തോടൊത്ത് വരുന്നില്ലെങ്കിൽ അതങ്ങ് നിരസിച്ചേക്കണം. സ്തോത്രം. മറക്കരുത്. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഏതെങ്കിലും ഒരു കാര്യത്തിൽ നമുക്കൊരു പ്രത്യേക താല്പര്യമുണ്ടെങ്കിൽ ആ വിഷയത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചാൽ ശരിയായ ദർശനം കിട്ടുകയില്ല. സ്തോത്രം. ആത്മീയമായ ഒരു അനുഭവമാണ് ഈ പറയുന്നത്. ഏതെങ്കിലും ഒരു കാര്യത്തിൽ നമുക്കൊരു പ്രത്യേക താല്പര്യമോ ഒരു പക്ഷഭേദമോ ഉണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ ദൈവത്തിന് ഹിതം ചോദിക്കുമ്പോൾ
നല്ല മറുപടി കിട്ടുകയില്ല. ദൈവം മറുപടി തരികയില്ല. സ്തോത്രം. നിഷ്കളങ്കനായി, നിർമ്മമനായി, നിഷ്പക്ഷനായി നിന്നുകൊണ്ട് വേണം ദൈവത്തോട് ചോദിക്കാൻ. അങ്ങനെ ചോദിച്ചാൽ ദൈവം തരികയും ചെയ്യും. സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം. നീ എൻ്റെ ആടുകളെ പാലിക്കുക, എൻ്റെ കുഞ്ഞാടുകളെ മേയിക്കുക. കർത്താവ് പിന്നെയും ചോദിച്ചു, യോഹന്നാന്റെ മകനായ ശിമോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? കർത്താവ് ഒരു കൂടി താണു, ഒരു പടി കൂടി താഴോട്ട് വന്നു. ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡ് പിന്നെയും കർത്താവ് താഴ്ത്തി കൊടുത്തു പാവപ്പെട്ട മനുഷ്യന് വേണ്ടി. ആദ്യം ചോദിച്ചത് നീ ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്നാണ്. ഇപ്പോൾ രണ്ടാമത് ചോദിക്കുന്നു, നീ എന്നെ സ്നേഹിക്കുന്നുവോ? ഇവരിലധികമായി എന്നുള്ളത് കർത്താവ് വിട്ടു. എന്തുകൊണ്ടാണ്? കാരണം മനുഷ്യൻ അത്ര ബലഹീനാണെന്ന് കർത്താവിന് അറിയാം. നീ എന്നെ സ്നേഹിക്കുന്നുവോ? അപ്പോഴും പത്രോസ് പറഞ്ഞു, കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ടെന്ന് നീ അറിയുന്നുവല്ലോ. സ്നേഹം എന്ന് പറയുന്ന അകപ്പേ എനിക്കില്ല, എനിക്ക് ഫീലിയോ ഉണ്ട്, മനുഷ്യ സ്നേഹമുണ്ട്. മനുഷ്യസ്നേഹം. ദൈവത്തിന് സ്തോത്രം. അകപ്പേ ദൈവിക സ്നേഹം, ഹെവൻലി ലവ്. ഫീലിയോ ഹ്യൂമൻ ലവ്, മാനുഷിക സ്നേഹം. സ്റ്റോർഗെ അത് മാതാപിതാക്കളുടെ സ്നേഹം, വാത്സല്യം. ദൈവത്തിന് സ്തോത്രം. ഇറോസ് അതെന്താണ്? അത് സെക്ഷുവൽ ലവ്, അത് ലൈംഗിക സ്നേഹം. സ്നേഹം പലതരത്തിലുണ്ട്. ഇതിൽ നിങ്ങളുടെ സ്നേഹത്തെ നിങ്ങൾ സൂക്ഷിച്ച് നോക്കണം. ക്രിസ്തുവിൻ്റെ ഇച്ഛയ്ക്ക് ചേർന്ന സ്നേഹമാണ് എനിക്ക് വരുന്നത്. ചെറുപ്പക്കാർ ഗേൾ ഫ്രണ്ടിനെ തിരഞ്ഞെടുക്കുന്നു, പെൺപിള്ളേർ ബോയ് ഫ്രണ്ടിനെ തിരഞ്ഞെടുക്കുന്നു. അതൊക്കെ സ്നേഹമെന്ന് പറയും, പക്ഷേ സ്നേഹമല്ല. അതൊക്കെ വെറും ഇറോസ്, ലൈംഗിക സ്നേഹം, വെറും ക്ഷണിക സ്നേഹം. ഈ പ്രേമം, പ്രണയം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, ഇൻഫാച്വേഷൻസ്, അത് വലിയ അപകടകാരിയാണ്. പ്രിയപ്പെട്ടവർ, നിങ്ങൾക്കറിയാൻ പാടില്ല. ഞാൻ ഈ പത്രത്തിൽ വായിച്ചു, ഒരു പാവം പെൺകുട്ടി അവളെ റോഡിലിട്ട് കുത്തി കൊന്നു. എന്തിനാ? ഒരുത്തൻ അവളോട് പറഞ്ഞു, നീ എൻ്റെ ഭാര്യയാകണമെന്ന്. അവൾ സമ്മതിച്ചില്ല. നീ എൻ്റെ കൂടെ വരണമെന്ന് പറഞ്ഞു. ഇല്ല. ആ സ്നേഹത്തിന്, ആ ലവ് അഫെയറിന് അവൾക്ക് സമ്മതമല്ല. എന്നാൽ നീ വേറെ ആരുടെയും ഭാര്യയാകണ്ട. കൊന്നു. ഞാൻ പെൺപിള്ളേരോടൊന്ന് പറയട്ടെ, മക്കളെ, നിങ്ങൾ ഈ പ്രേമം എന്നൊക്കെ പറഞ്ഞ് ചെറുതായിട്ട് തുടങ്ങിയാൽ ചിലപ്പോൾ ഇങ്ങനെ വലിയ അപകടങ്ങളിലേക്ക് നീങ്ങും. കുറച്ച് കഴിഞ്ഞ് ഈ ചെറുപ്പക്കാരൻ കൊള്ളരാത്തവനാണെന്ന് തോന്നി നിങ്ങൾ വേണ്ടാന്ന് വെച്ചാൽ അവന് വൈരാഗ്യം വരും. തുടങ്ങിക്കഴിഞ്ഞ് പ്രേമം തുടങ്ങിക്കഴിഞ്ഞ് ആ പ്രണയത്തിൻ്റെ മുതൽഭാവങ്ങളെല്ലാം ഇങ്ങനെ ഹൃദയത്തിൽ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ വലിയ സ്നേഹമാണ്. PhD പഠിക്കുന്നൊരു പെൺകുട്ടി എൻ്റെ അടുക്കൽ വന്നു. അവൾ പറഞ്ഞു, സാറേ, ഞാൻ ഒരബദ്ധത്തിൽ കുടുങ്ങിപ്പോയി. സാർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്താ വിഷയം? എന്താ സാറേ? ഞാൻ എൻ്റെ അടുക്കൽ ഒരാൾ വന്നു. അവൻ PhDക്ക് റിസർച്ച് ചെയ്യാമെന്നാണ് അവൻ പറഞ്ഞത്. ഞാൻ പഠിക്കുന്ന യൂണിവേഴ്സിറ്റിയില്ല, വേറൊരു യൂണിവേഴ്സിറ്റിയിൽ. എൻ്റെ സാറേ, അദ്ദേഹം പറഞ്ഞു. ഞാനങ്ങ് വിശ്വസിച്ചു. വലിയ വീടുണ്ട്, വലിയ സ്വത്തുണ്ട്, വലിയ കേമാണെന്നൊക്കെ പറഞ്ഞത്. ഞാൻ വിശ്വസിച്ചു. എൻ്റെ അപ്പനും അമ്മയൊക്കെ എന്നോട് നിർബന്ധമായി പറഞ്ഞു, മോളെ അപകടമാണ്, ഇങ്ങനെയുള്ള പ്രയോഗങ്ങളൊക്കെ അപകടമാണ്, നീ ഇപ്പോൾ PhD പഠിക്കുകയല്ലേ, PhD പഠിച്ച് പാസ്സാകാതെ നിനക്ക് ജോലി കിട്ടട്ടെ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ സാറേ, ഞാൻ എൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും ആഗ്രഹത്തിന് വഴിപ്പെട്ടില്ല. ഞാൻ കുരുക്കിൽപ്പെട്ടു. ഞങ്ങൾ കല്യാണം കഴിച്ചു. അപ്പനും അമ്മയൊന്നും കൂടിയില്ല കല്യാണത്തിന്. ഞങ്ങൾ കല്യാണം കഴിച്ചു, രജിസ്റ്റർ വിവാഹം കഴിച്ചു. സാറേ, അവൻ്റെ വീട്ടിൽ ചെന്നപ്പോഴല്ലേ അറിയുന്നത്, അവർ വീടൊന്നുമില്ല. ഒരു കുപ്പമാടം പോലെ, എൻ്റെ ഓല കെട്ടിയ ഒരു ചെറിയ മറപ്പുര പോലെ. അവൻ PhDക്ക് പഠിക്കുന്നതല്ലായിരുന്നു, 10ാം ക്ലാസ് പോലും പാസ്സായിട്ടില്ല. സാറേ, എന്നെ ചതിച്ചു. സാറേ, ചതിച്ചു. സാറേ, ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞു, എനിക്ക് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു തരാനുള്ള കഴിവെനിക്കില്ല. പക്ഷേ ഒന്ന് ഞാൻ പറയാം, ക്രിസ്തുവിൽ പരിഹാരമുണ്ട്. യേശുക്രിസ്തുവിൽ പരിഹാരമുണ്ട്. ഏത് പ്രശ്നത്തിനും പരിഹാരം യേശുക്രിസ്തുവിലുണ്ട്. അത്ര എനിക്കറിയാം. നിങ്ങൾ ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരാൻ എനിക്ക് ഒരു സ്പെസിഫിക്കായിട്ട് പറഞ്ഞു തരാൻ എനിക്കൊന്നും അറിയാൻ പാടില്ല. ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങൾക്ക് ഇനി ഒരു സൽബുദ്ധി കിട്ടി നേർപ്പാതയിൽ പോകാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. ആ പെൺകുട്ടി കരഞ്ഞുകൊണ്ട് ഇവിടുന്ന് പോയി. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അനേകം ആളുകൾ ഇതുപോലുള്ള പ്രണയക്കുരുക്കുകൾപ്പെട്ട് നശിക്കുന്നുണ്ട്. നല്ല ഒന്നാന്തരം നല്ല സുഗന്ധമുള്ള പുഷ്പങ്ങളായി വിടർന്നു വരേണ്ടത് പൂമൊട്ടിൽ തന്നെ പുഴുക്കൾ കരണ്ട് തിന്ന് കളയുന്നു. മൊട്ടായിരിക്കുമ്പോൾ തന്നെ. ഈ പൂ വിടർന്നാൽ മനോഹരമായ കുസുമമാണ്. ഈ പൂ വിടർന്നാൽ നല്ല സുരഭില സുഗന്ധമാണ്. ഈ പൂ വിടർന്നാൽ അവിടെ തോട്ടത്തിന് ആകർഷകമാണ്. ഈ പൂ വിടർന്നാൽ പലതിനും അത് അലങ്കാരമാക്കാൻ കൊള്ളാവുന്നതാണ്. പക്ഷേ അത് പൂ വിടരുന്നതിന് മുൻപ് പൂമൊട്ടായിരിക്കുമ്പോൾ തന്നെ പുഴു വന്ന് കരണ്ട് തിന്ന് കളയുന്നു. ഈ അപകടമൊന്നും നമ്മുടെ കൂട്ടായ്മയുള്ളവർക്ക് വരരുതെന്നാണ് ഞാൻ പറഞ്ഞത്. വരരുത്. അതൊക്കെ അപകടമാണ്. ഇറോസ് എന്ന് പറയുന്ന സ്നേഹമല്ല, സ്റ്റോർഗെ എന്ന് പറയുന്ന മാതാപിതാക്കളുടെ വാത്സല്യമല്ല,
എനിക്കിതിനോട് പ്രിയമുണ്ട് എന്ന് പറയുന്ന ഫീലിയോ, ആ സ്നേഹവുമല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. അഗപ്പെ, ദിവ്യ സ്നേഹം, സകലപ്രിയായി എന്നെ സ്നേഹിക്കുന്ന, ദൈവത്തെ സ്നേഹിക്കുന്ന സ്നേഹം. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങളിത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ കർത്താവോട് പറയണം, കർത്താവേ, എനിക്കൊരു നിഷ്കളങ്ക ഹൃദയം തരണമേ, ഒരു നിർമ്മല ഹൃദയം തരണമേ. വേറൊന്നും ഞാനോട് ചോദിക്കുന്നില്ല. സ്നേഹിക്കാനുള്ളൊരു ഹൃദയം എനിക്ക് തരണമേ. ഞാനൊരു അവസരത്തിൽ പറഞ്ഞ് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? വിശ്വസിപ്പാനൊരു മനസ്സ്, സഹിപ്പാനൊരു ശരീരം, സ്നേഹിപ്പാനൊരു ഹൃദയം എനിക്ക് തരണമേ കർത്താവേ. ഞാൻ എൻ്റെ വേദപുസ്തകത്തിൽ പുറത്ത് അവിടെ ഞാൻ എൻ്റെ അകത്തെ പേജിൽ എഴുതിയിട്ടു, വിശ്വസിപ്പാനുള്ളൊരു മനസ്സ്, സ്നേഹിപ്പാനൊരു ഹൃദയം, സഹിപ്പാനൊരു ശരീരം എനിക്ക് തരണമേ. സ്തോത്രം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഈ ഭാഗ്യാവസ്ഥ വേണമോ? യേശുവിൻ്റെ സാമീപ്യം, യേശുവിൻ്റെ സാന്നിധ്യം നിങ്ങൾക്ക് വേണമോ? യേശുവിൻ്റെ കൃപ നിങ്ങൾക്ക് വേണമോ? നിങ്ങളെ വിശുദ്ധരാക്കാൻ യേശു വിളിക്കുന്നു, മറ്റൊന്നിനു വേണ്ടിയല്ല നിങ്ങൾ വിളിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. സ്വർഗരാജ്യം നിങ്ങൾക്ക് കൂടി തരാനാണ് കർത്താവ് നിങ്ങൾ വിളിക്കുന്നത്. നിത്യസ്വർഗത്തിൻ്റെ സൗഭാഗ്യം നിങ്ങൾക്ക് കൂടി തരാനാണ് വിളിക്കുന്നത്. കർത്താവായ യേശുവിൻ്റെ വിശുദ്ധ ദൂതന്മാരുമായി വീണ്ടും വരുമ്പോൾ അവൻ്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെടുന്ന വിശുദ്ധന്മാരുടെ നിരയിൽ പറന്നു ഉയരാനാണ് നിങ്ങൾ വിളിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടി അഭയാചന ചെയ്യുന്ന അനേകം വിശുദ്ധന്മാരുണ്ട്. ആ പരിശുദ്ധന്മാരുടെ നിരയിൽ നിങ്ങളെ ചേർക്കാൻ ദൈവം അത്യധ്വാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെല്ലാവരെയും സ്നേഹിക്കുന്നു. നിങ്ങൾ ഏത് സഭയിൽപ്പെട്ടവരാണെന്ന് കർത്താവ് ചോദിക്കുന്നില്ല, ഏത് സമുദായത്തിൽപ്പെട്ടവരാണെന്ന് കർത്താവ് ചോദിക്കുന്നില്ല, ഏത് പള്ളിയിൽപ്പെട്ടവരാണെന്ന് ചോദിക്കുന്നില്ല. അതൊന്നും വിഷയമല്ല. മനുഷ്യ, നീ എൻ്റെ കൈപ്പണിയാകുന്നു, നീ എൻ്റെ സൃഷ്ടിയാകുന്നു കർത്താവ് പറയുന്നു. നീ എൻ്റെ സൃഷ്ടിയല്ലോ, നീ എൻ്റെ കൈപ്പണിയല്ലോ കർത്താവ് പറയുന്നു. നിന്നെ ഞാൻ സ്നേഹിക്കുന്നു മകനെ എന്ന് കർത്താവ് പറയുന്നു. നിന്നെ സ്നേഹിച്ച് എൻ്റെ ചുടുരക്തം ഞാൻ ചിന്തിയല്ലോ എന്ന് കർത്താവ് പറയുന്നു. എൻ്റെ ചുടുനിളം ചിന്തി നിന്നെ ഞാൻ വീണ്ടെടുത്തല്ലോ എന്ന് കർത്താവ് പറയുന്നു. നീ വിശ്വസിക്കുക മകനെ, എൻ്റെ രക്തത്തെ നീ വിശ്വസിക്കുക, എൻ്റെ കുരിശിൻ്റെ ചുട്ടിലേക്ക് നീ അടുത്തണയുക, നീ എന്നെ സ്നേഹിക്കുക കർത്താവ് പറയുന്നു. ശിവപുത്രോസ് കർത്താവ് പറഞ്ഞു, കർത്താവേ, നീ സകലവും അറിയുന്നു, എനിക്ക് എന്നോട് പ്രിയമുണ്ട്, നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. എൻ്റെ ആടുകളെ പാലിക്കുക. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ചുമതലയേൽപ്പിക്കുന്നു. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. ഇന്ന് ഈ ചുമതലയേറ്റുകൊണ്ട് പോകാൻ നിങ്ങൾക്ക് ആർക്കെല്ലാം മനസ്സുണ്ട്? ഈ ചുമതലയേറ്റുകൊണ്ട് നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് പോകാൻ യേശു തരുന്നതായ ഈ അനുഗ്രഹീതമായ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് പോകാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? നിങ്ങളുടെ ക്ലേശങ്ങളെല്ലാം യേശു ഏറ്റെടുക്കും. എൻ്റെ സഹോദരങ്ങളെ, യേശുവിന് വേണ്ടി നിങ്ങൾ വിട്ടുകൊടുത്താൽ, നിങ്ങൾ വിട്ടുകൊടുക്കുമ്പോൾ നിങ്ങളുടെ കടങ്ങൾ യേശു ഏറ്റെടുക്കും. ചുമ്മാ പറയുന്നതല്ല കേട്ടോ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. കടങ്ങൾ യേശു ഏറ്റെടുക്കും. നിങ്ങളുടെ പ്രാരബ്ധങ്ങൾ കർത്താവ് ഏറ്റെടുക്കും. രോഗങ്ങൾ കർത്താവ് ഏറ്റെടുക്കും. നിങ്ങളുടെ അനേകം പ്രതിസന്ധികൾ കർത്താവ് ഏറ്റെടുക്കും. നിങ്ങളുടെ പ്രശ്നങ്ങൾ കർത്താവ് ഏറ്റെടുക്കും. നിങ്ങളുടെ ആഗ്രഹങ്ങൾ കർത്താവ് ഏറ്റെടുക്കും. നിങ്ങളുടെ ആവശ്യങ്ങൾ കർത്താവ് ഏറ്റെടുക്കും. നിങ്ങളുടെ മക്കളുടെ കാര്യങ്ങൾ കർത്താവ് ഏറ്റെടുക്കും. എല്ലാം യേശുവിൻ്റെ കൈകളിൽ സുരക്ഷിതമായിരിക്കും. ദൈവത്തിന് സ്തോത്രം. സുരക്ഷിതമായ കരങ്ങളിലേക്ക് വിട്ടുകൊടുക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ഇപ്പോൾ സ്നേഹിതരെ, നിങ്ങളുടെ മുമ്പിൽ വന്നുകൊണ്ട് കർത്താവ് കെഞ്ചുകയാണ്, മകനെ, നിൻ്റെ ഹൃദയം എനിക്ക് തുറന്നു തരിക, മകളെ, നിൻ്റെ ഹൃദയം എനിക്ക് തുറന്നു തരിക. യേശു തൃക്കരം നീട്ടിയിരിക്കുകയാണ്. നമ്മെ മെനഞ്ഞവൻ്റെ കരമാണ് നീട്ടിയിരിക്കുന്നത്. നമ്മെ സൃഷ്ടിച്ച കരമാണ് നീട്ടിയിരിക്കുന്നത്. നമ്മെ ഇതുവരെയും വളർത്തിക്കൊണ്ടുവന്ന കരമാണ് നീട്ടിയിരിക്കുന്നത്. കൈ വളരുന്നോ കാൽ വളരുന്നോ എന്ന് നോക്കി നമ്മെ വളർത്തിക്കൊണ്ടുവന്ന സ്വർഗീയ രാജാധിരാജൻ്റെ കരമാണ് നിങ്ങൾ നേരെ നീട്ടിയിരിക്കുന്നത്. കൊടുക്കുവീൻ, നിങ്ങളുടെ ജീവിതം മുഴുവൻ യേശുവിന് കൊടുക്കുവീൻ. നിങ്ങളുടെ ജീവിതം മുഴുവൻ യേശുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുവീൻ. നിങ്ങളുടെ ഭാവി ഏൽപ്പിച്ചു കൊടുക്കുവീൻ. നിങ്ങളുടെ ദേഹം ഏൽപ്പിച്ചു കൊടുക്കുവീൻ. നിങ്ങളുടെ ദേഹി ഏൽപ്പിച്ചു കൊടുക്കുവീൻ. നിങ്ങളുടെ ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുക്കുവീൻ. സമസ്തവും ഏൽപ്പിച്ചു കൊടുക്കുവീൻ. യേശുവിനായ ജീവിതം വേർതിരിപ്പീൻ. നാഥ, ഇന്നു മുതൽ ഞാൻ നിൻ്റെ വക. യേശുവിനോട് വാക്ക് പറയുവീൻ, എൻ്റെ യേശുവേ, ഇന്നു മുതൽ ഞാൻ നിൻ്റെ വക. എൻ്റെ പ്രിയനേ, ഇന്നു മുതൽ ഞാൻ എൻ്റെ സ്വന്തം. യേശുവിനോട് നിങ്ങൾ വാക്ക് പറയുവീൻ, എനിക്ക് വേണ്ടി ക്രൂസിൽ മരിച്ച രക്ഷക, ഇന്നു മുതൽ ഞാൻ നിൻ്റേതായിരിക്കും. എൻ്റെ യേശുവേ, ഇന്നു മുതൽ ഞാൻ നിൻ്റെ സ്വന്തമായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നു മുതൽ യേശുവേ, ഞാൻ പുതിയ സൃഷ്ടിയായിരിക്കും. പഴയതെല്ലാം വിട്ട് ഒരു പുതിയ ജീവിതം ഞാൻ ഇവിടെ തുടങ്ങുകയാണ്. യേശുവിനെ സ്നേഹിക്കുന്ന ഒരു പുതിയ ജീവിതം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിനെ സ്നേഹിക്കുന്ന ഒരു പുതിയ ജീവിതം. എൻ്റെ ഭാരങ്ങളോടും എൻ്റെ പ്രാരബ്ധങ്ങളോടും എൻ്റെ ആകുലങ്ങളോടും എൻ്റെ ആവലാതികളോടും എൻ്റെ വേദനകളോടും എൻ്റെ രോഗങ്ങളോടും കൂടി ഇതാ ഞാൻ എന്നെ നിൻ്റെ കരങ്ങളിലേക്ക് തരികയാണ്. യേശുവേ, നീ എന്നെ തൊട്ട് പൊന്നാക്കണമേ. യേശുവേ, നീ എന്നെ തൊട്ട് തങ്കമാക്കണമേ. യേശുവേ, നീ എന്നെ തൊട്ട് വിശുദ്ധനാക്കണമേ. യേശുവേ, നിൻ്റെ കരങ്ങളിൽ എൻ്റെ ജീവിതം ഭദ്രമാക്കണമേ. പ്രാർത്ഥിക്കുകയും നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുകയും യേശുവിനെ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നിത്യസ്നേഹമായി ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, അടിയങ്ങളുടെ മധ്യത്തിലേക്ക് അവിടെ നിന്ന് എഴുന്നള്ളി വന്നതിനായി നന്ദിയോടെ സ്തോത്രം. വിശ്വസ്തരുടെ തലമേലെടുത്ത കരം വെച്ചതിനായി നന്ദിയോടെ സ്തോത്രം. എൻ്റെ കർത്താവിനെ സ്നേഹിക്കാനുള്ള പുതിയ തീരുമാനമെടുത്തവരെ അവിടെ മുദ്രയിട്ടതിനായി നന്ദിയോടെ സ്തോത്രം. അപ്പോൾ നിൻ്റെ സ്വർഗീയരായത്തിന് വേണ്ടി എല്ലാവരെയും യോഗ്യരാക്കി തീർക്കണമേ. നിവചനം കേട്ട എല്ലാവരുടെ മേലും എൻ്റെ കർത്താവിൻ്റെ കൃപ തുടർന്ന് വ്യാപരിച്ചുകൊണ്ടിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അത് നിൻ്റെ വചനം പറയുവാൻ എഴുന്നേൽപ്പിച്ച അടിയനെ നീ വിശുദ്ധീകരിക്കണമേ കർത്താവേ. ആ സകലം കഴുകിവെടിപ്പാക്കണമേ കർത്താവേ. തിരുനാമത്തിൻ്റെ മുദ്ര പതിപ്പിക്കണമേ കർത്താവേ. നന്ദിയോടെ സ്തോത്രം. അവിടെ രണ്ടാമത്തെ വരവിന് വേണ്ടി ഞങ്ങൾ എല്ലാവരെയും ഒരുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ തന്നെ. ആമീൻ. ഹല്ലേലൂയ.